ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങളായാലും സ്പൂണുകളായാലും കൈലുകളായാലും കപ്സ് ആയാലും ചായ അരിക്കുന്ന അരിപ്പയായാലും എന്ത് തന്നെ ആവട്ടെ, സ്റ്റീൽ വെച്ചിട്ടുള്ളതോ സെറാമിക് വെച്ചിട്ടുള്ളതോ ഫൈബർ കൊണ്ടുണ്ടാക്കിയതോ ഏതായാലും കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വശങ്ങളിലൊക്കെ കറ പിടിച്ച് ഒരു പഴകിയ പോലെ തോന്നും. എത്ര നല്ല ഡിഷ് വാഷർ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയാലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചാലും എന്നും അത്ര ഒരു പുതിയതുപോലുള്ളൊരു തിളക്കം കിട്ടുകയില്ല. സ്പൂണുകളും പാത്രങ്ങളൊന്നും ഒട്ടും നമ്മൾ സമയം അതിൽ ചിലവഴിക്കാതെ ഒരു സ്ക്രബ്ബർ പോലും ഉപയോഗിക്കാതെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതുപോലെ പുതിയതുപോലെ വെട്ടിത്തിളങ്ങുവാനുള്ള ഒരു സിമ്പിൾ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചായയുടെ അരിപ്പയാവട്ടെ, ചായയും കോഫിയൊക്കെ കുടിക്കുന്ന കപ്സ് ആവട്ടെ, എല്ലാം ഈ സൈഡിലൊക്കെ ഇതുപോലെ എത്ര ശ്രദ്ധിച്ചാലും സൈഡിലൊക്കെ ഇതുപോലെ മഞ്ഞ കറകൾ പിടിച്ചിട്ടുണ്ടാവും. ഈ കപ്സൊക്കെ നമുക്ക് കുറേ സമയത്തൊക്കെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകിയാലും ഇതിൻ്റെ കറകളൊന്നും പൂർണ്ണമായിട്ട് പോവാറില്ല. അപ്പോൾ അതിന് നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഈ ബൗൾസിലൊക്കെ കണ്ടില്ല, മഞ്ഞളുടെ കറ പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കയ്യിലെ സ്പൂണിലൊക്കെ മഞ്ഞളുടെ കറയുണ്ടാവും. അതുപോലെ ഇതുപോലുള്ള സെറാമിക് പ്ലേറ്റ്സിലും സൈഡിലൊക്കെ കറകളുണ്ടാവും. ഇതിൽ കറകളില്ലാത്തത് ഞാൻ ഡിഷ് വാഷറിൽ ഇട്ടിട്ട് പാത്രങ്ങൾ കഴുകിയത് കൊണ്ടാണ്. അപ്പോൾ ഇത് കപ്സ് തന്നെ ഞാനിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഡിഷ് വാഷറിൽ ഇടാതിരുന്നതാണ്. അപ്പോൾ ഡിഷ് വാഷറിലിട്ട് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറകളൊക്കെ പോകട്ടോ. അപ്പോൾ ഡിഷ് വാഷർ ഉള്ളവർ അതിലിട്ട് വാഷ് ചെയ്യുക. എല്ലാവർക്കും ഇപ്പോൾ ഡിഷ് വാഷർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള കറകളൊക്കെ കളയാനുള്ള സിമ്പിൾ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിലൊക്കെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും വെച്ചിട്ടാണ് അവർ കറകൾ കളയുന്നത്. അതിനും കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകേണ്ടി വരും. ഇതൊന്നും ആവശ്യമില്ല. ഇതിന് വേണ്ടത് ഒരു 1/2 ബക്കറ്റ് വെള്ളമാണ്. 1/2 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി, ഏത് കമ്പനിയുടെ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ടൈഡിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പാത്രം കഴുകുന്ന ഫയറി പോലുള്ള ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ സോപ്പ് പൊടി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ടൈഡായാലും കുഴപ്പമില്ല, സർഫ് എക്സലായാലോ ഏരിയലായാലോ എന്തായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ 1/2 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ആ വെള്ളത്തിൽ ഈ സോപ്പ് പൊടി നന്നായിട്ടൊന്ന് ലയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഏത് ബ്രാൻഡായാലും ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ല, സോപ്പ് പൊടി ആയാൽ മതി. നല്ല പോലെ ലയിച്ചിട്ട് ഇതുപോലെ പതഞ്ഞ് വരണം. അതിനുശേഷമാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കുന്നത്. ഞാൻ ഈ ക്ലോറക്സ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോറക്സ് ഉപയോഗിച്ചാൽ നമ്മുടെ കറകളൊക്കെ കളയാമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ പാത്രത്തിലുള്ള കറകൾ പോകുന്ന ആർക്കും അറിയുന്നുണ്ടാവില്ല. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയുന്നവരൊന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 15 മില്ലി ക്ലോറക്സ് ആണ് ഒരു 1/2 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഇതിട്ട് കൊടുത്തു, സോപ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതുപോലെ തന്നെ 15 ml, അതായത് 1 ടേബിൾ സ്പൂൺ തന്നെ ക്ലോറക്സ് ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അളവ് പറയുന്നത് എന്താ പറയുക, ഇതിൽ കൂടുതലായി പോകണ്ട. കൂടുതലായി പോയാൽ ഇത് ക്ലോറക്സ് ആണ്, നമുക്കറിയാവുന്നതാണ്. കുറച്ചൊരു ഇതുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്നും വല്ലാതെ ഇതാവണ്ട. നമുക്ക് ഈ ഒരു സ്പൂൺ ഒന്നിന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും കൂടി എത്തുന്ന രീതിയിൽ. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് എന്താണ് കറ കളയേണ്ടത്, കപ്സാണോ, കയ്യിൽ സ്പൂണാണോ, പിന്നെ അതുപോലെ പ്ലേറ്റ്സ് ആണോ, ബൗളാണോ, എന്താണെങ്കിലും നമുക്ക് ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോ കൂടുതൽ പാത്രങ്ങളുണ്ടെങ്കിൽ വലിയൊരു ബക്കറ്റ് പോലത്തെ വലിയൊരു വട്ടത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ വെച്ചാൽ മതി. അലൂമിനിയം പാത്രങ്ങൾ ഇതിലിടരുത് കേട്ടോ. സ്റ്റീലായാലും ഫൈബർ ആയാലും സെറാമിക് ആയാലും ഒന്നും കുഴപ്പമില്ല. അലൂമിനിയം പാത്രങ്ങൾ ഇടരുത് കേട്ടോ. അലൂമിനിയം പാത്രങ്ങൾ ഇട്ടാൽ അതിനുള്ള വെള്ളക്കുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ സ്റ്റീലൊക്കെ നമുക്ക് എത്ര ടൈം ഇട്ടാലും ഒരു കുഴപ്പം വരാറില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കൂടുതൽ പാത്രങ്ങളോ കൈകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തത് അടിയിലുള്ളത് മേലോട്ടും മേലുള്ളത് താഴോട്ടും ആക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ച് 15 മിനിറ്റ് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്ത് ഇതിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും വെക്കുക, അത്രയേ ഉള്ളൂ.
ഇതിലിട്ടത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാം. നമുക്ക് മറ്റു ജോലികളിൽ നിന്നൊക്കെ എപ്പോഴാണ് ഒഴിവുണ്ടാവുക അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും തേച്ച് കഴുകണ്ട. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ ഒന്ന് വെള്ളം മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണെന്ന് മാത്രം. അപ്പോൾ എത്ര പാത്രങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം കൂടുന്നതിനനുസരിച്ച് ക്ലോറക്സിൻ്റെയും സോപ്പ് പൊടിയുടെയും അളവൊന്ന് കൂട്ടുക. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു അര ബക്കറ്റ് വെള്ളത്തിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളം ഉണ്ടാവും, അര ബക്കറ്റ് വെള്ളം എന്ന് പറയുന്നത്. അതിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ വെള്ളം വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് അളവ് കൂട്ടി കൊടുത്താൽ മതി, ഇതിനനുസരിച്ച് അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം അതാണ് ഞാൻ ഇതിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. കപ്സൊക്കെ കണ്ടോ, ഫുൾ കറകളൊക്കെ പോയി, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, അതിൽ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള മഞ്ഞ കറകളൊക്കെ പോയിട്ടുണ്ട്. കപ്സൊക്കെ നമ്മൾ പുതിയത് പോലെ വന്നിട്ടുണ്ട്. ബൗള് കണ്ടോ, മഞ്ഞൾ പിടിച്ചിട്ടുള്ള ബൗളായിരുന്നു, അതിലൂടെ ഫുള്ള് പോയിട്ടുണ്ട്. കപ്പൊക്കെ കണ്ടോ, ഇതൊക്കെ 18 വർഷം പഴക്കമുള്ള കപ്സാണ്. ഇതുവരെയൊക്കെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും പുതിയതുപോലെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളൊരു മാസം ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ കപ്സൊക്കെ എത്ര ഡിഷ് ഫെയർ ഉപയോഗിച്ചിട്ടായാലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടായാലും ഇതുപോലെ പുതിയതുപോലെ വെട്ടിത്തിളക്കാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് നമ്മളിതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. നമുക്ക് ഒരു എഫേർട്ടും ഇല്ല. ഈ വെള്ളത്തിലിട്ട് മുക്കി വെക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം അടിച്ചിട്ട് കഴുകിയാൽ മാത്രം മതി, വേറെ ഒന്നും ഇതിലാവശ്യമില്ല. ഇനിയിപ്പോൾ ക്ലോറക്സ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മളെ കയ്യിൽ മുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വേറെ വെള്ളം അടിച്ചിട്ട് കഴുകിയാലും മതി. എനിക്കിപ്പോൾ അങ്ങനത്തെ അലർജിയും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ ഇതിലോട്ട് മുക്കി വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അലർജി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബക്കറ്റിൽ നിന്ന് വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും വെള്ളം അതിലോട്ട് നല്ല വെള്ളം 3-4 പ്രാവശ്യം ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം കൈയിട്ട് പാത്രങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 3-4 പ്രാവശ്യം നമ്മൾ ബക്കറ്റിലോട്ട് വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും ക്ലോറക്സിൻ്റെ ഇതൊക്കെ പോവും. പിന്നെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രം നമുക്ക് കൈയിട്ടിട്ട് പാത്രങ്ങൾ എടുത്താൽ മതി. ഇത് കണ്ടോ, ഫുള്ളായിട്ട് കറകളൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കപ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്പൂണുകളൊക്കെ ഓരോന്നായിട്ട് എടുക്കാം. ഇത് കണ്ടോ, കയ്യിലൊക്കെ പുതിയതുപോലെ ആയിട്ടുണ്ട്. ഈ സ്പൂണിൻ്റെ ഈ വശങ്ങളിലും ഈ ഗ്യാപ്പുകളിലൊക്കെ ഒരുപാട് എച്ചിലും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇതൊക്കെ എത്രയോ പഴക്കമുള്ള സ്പൂണുകളാണ്. ഞാനൊക്കെ ഇവിടെ ഹൗസ് വാമിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ, സ്പൂണുകളാണ് ഇതൊക്കെ. ഇതുവരെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെയുള്ള ഗ്യാപ്പുകളും ഈ ഡിസൈനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ കറകൾ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അതൊന്നും നമ്മൾ ഒട്ടും ടൈം കളയാതെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കറകളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ക്ലോറക്സ് ഒരു ബോട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കൊല്ലത്തിൽ ഒരു ബോട്ടിൽ വാങ്ങിയാൽ മതി. ഇതുപോലുള്ള ടിപ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ക്ലോറക്സ് വെച്ചിട്ടുള്ള. ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. ഒരുപാട് പേര് ഇത് അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്നും പണിയില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ടിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ ഈ ബക്കറ്റിലുള്ള വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അതിലിട്ട് വെച്ചാലും മതി. പിന്നെ ഈ ചായയുടെ അരിപ്പുണ്ടല്ലോ, അരിപ്പ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വശങ്ങളിൽ ഈ കച്ചറപ്പൊടിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇളകി കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉൾഭാഗത്ത് പിടിച്ച ഈ കറകളൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഇളകി കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് പോയി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇതുപോലുള്ള ഡബിൾ ലെയറുള്ള അരിപ്പകളൊക്കെ ആകുമ്പോൾ. എന്നാലും അതിൻ്റെ വശങ്ങളിലുള്ളതൊക്കെ ഈ സ്റ്റീലിൻ്റെ ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ ആ നെറ്റുള്ള ഭാഗത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ടാപ്പ് വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. വേറെ ഒന്നും പണിയില്ല. ഇനി സ്ക്രബ്ബർ വെച്ച് വരക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ആ സോപ്പ് പൊടിയുടെയും ക്ലോറക്സിൻ്റെയും സ്മെല്ലൊന്ന് പോകും വരെ ഒന്ന് കഴുകി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മതി. ഒന്ന് വെള്ളം അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ടിട്ട് വെച്ചാലും മതി. എന്നിട്ട് ഒന്ന് നല്ല വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മളെ സ്പൂണുകളൊക്കെ ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വെട്ടി തിളങ്ങുന്നത് കണ്ടോ. പുതിയ സ്പൂൺ വാങ്ങിയതുപോലുള്ളൊരു ഷൈനിങ് ഇതിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളിലൊക്കെ പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. സ്ക്രബ്ബർ പോലും ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലുള്ള ഗ്യാപ്പുള്ള സ്പൂണുകളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ കച്ചറകളൊക്കെ ഒഴിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഡിസൈനുള്ള സ്പൂണിലാണ് കൂടുതലായിട്ട് കച്ചറകളൊക്കെ പിടിക്കുക. ഇത് കണ്ടോ, കച്ചറകളൊക്കെ പോയി നമ്മൾ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ തന്നെ എല്ലാം നല്ല മൊത്തത്തിൽ പോയി പുതിയതുപോലെ ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. എന്തായാലും അറിയിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.